ദുരന്തബാധിതർക്ക് 300 രൂപ കൊടുക്കാനില്ല, പക്ഷേ വിജയന്റെ സിനിമയ്ക്ക് 18 ലക്ഷം. i2a ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ച കുട്ടിച്ചോറാക്കി സംസ്ഥാനത്തിന്റെ സർവനാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന തീവട്ടി വിജയന്റെ വിക്രസുകൾ ഹ്രസ്വചിത്ര രൂപത്തിലാക്കി ജനങ്ങളെ കാണിക്കുവാൻ 18,19,849 രൂപ അനുവദിച്ചു. കേരളത്തിന് പുറത്ത് 5 സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ അന്തംകമ്പി സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുവാനാണത്രേ ഈ പരിപാടി. 100 തിയേറ്ററുകളിലാണ് സംഗതി പ്രദർശിപ്പിക്കുക. കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലാണ് വിജയചരിതം സിനിമ പ്രദർശിപ്പിക്കുന്നത്. നഗരകേന്ദ്രങ്ങളിലെ 100 തിയേറ്ററുകളിലാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. ചുരുങ്ങിയത് 28 ദിവസം തുടർച്ചയായി വീഡിയോ പ്രദർശിപ്പിക്കുവാനാണ് അത്രേ തീരുമാനം. അതോടെ പിണറായിയെക്കുറിച്ചും അന്തംകമ്മി സർക്കാരിനെ കുറിച്ചുമുള്ള മറുനാടൻ മലയാളികളുടെ മതിപ്പ് വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ആരുടെ? മുഖംമിനുക്കൽ PR ക്യാമ്പിന്റെ ബഡ്ജറ്റ് ഇതൊന്നുമല്ല. അന്തർ സംസ്ഥാന പരസ്യങ്ങൾക്കും പ്രചരണങ്ങൾക്കുമായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 22 ലക്ഷം രൂപ വേറെ വകയിരുത്തിയിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിങ്ങുകൾ വെച്ച വകയിൽ 2,46 ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. കേരളത്തിൽ ഉടനീളം 364 ഹോർഡിങ്ങുകളാണ് നവകേരള യാത്രയുടെ പേരിൽ സ്ഥാപിച്ചിരുന്നത്. കലാജാഥ സംഘടിപ്പിച്ചതിന് 48 ലക്ഷം രൂപയും KSRTC ബസ്സിൽ പ്രചരണ പോസ്റ്റർ പതിപ്പിച്ചതിന് 16,99,000 രൂപയും റെയിൽവേ ജംഗിളിന് 41,21,000 രൂപയും ആണ് ചിലവായത്. പരസ്യം ചെയ്യാൻ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഒന്നും വേണ്ട. വിജയന്റെ മുഖവും ഫുൾ ഫിഗറും അത്ര തന്നെ. അതൊക്കെ കാണുന്ന ജനങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾക്കറിയേണ്ടുന്നത്. i2a ന്യൂസ് പ്രേക്ഷകരോട് ഇന്ന് ചോദിക്കുവാനുള്ള ചോദ്യം: 1.5 മിനിറ്റ് പരസ്യചിത്രം തിയേറ്ററുകളിൽ കാണിച്ചതുകൊണ്ടോ, ഹോർഡിംഗ് വെച്ചതുകൊണ്ടോ, കോരളിയം നടത്തിയതുകൊണ്ടോ വിജയന്റെയോ അന്തംകമ്മി സർക്കാരിന്റെയോ ഇമേജ് വർദ്ധിക്കുമോ? ഇതൊക്കെ കണ്ടൊരു വൗഫീൽ ഉണ്ടാകുവാൻ കേരള ജനത വെറും മൊണ്ണകളോ? പ്രതികരിക്കുക. മൂർച്ചയുള്ള ഭാഷ കൊണ്ട് ചുരൽമല ദുരന്ത നിവാസികൾക്ക് ആശ്വാസധനമായി സർക്കാർ പ്രഖ്യാപിച്ച 300 രൂപ പോലും 2 ആഴ്ച പിന്നിട്ടും ഈ നാണംകെട്ട സർക്കാർ നൽകിയിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പദ്ധതിയിലുള്ള 1070 പദ്ധതികളിൽ ഇതുവരെ പൂർത്തീകരിച്ചത് വെറും 4 എണ്ണം മാത്രം. ബാക്കിയുള്ളവ പൂർത്തീകരിക്കുവാൻ കുറഞ്ഞത് 20,000 കോടി രൂപ വേണം. ഡിസംബർ വരെ വെറും 3,700 കോടി രൂപയാണ് കടമെടുക്കുവാൻ അവശേഷിക്കുന്നത്. ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കുവാൻ ഗതികെട്ട് നിൽക്കുമ്പോഴാണ് ഇവന്മാർക്ക് പിടിവള്ളിയായി വയനാട് ദുരന്തം ഉണ്ടാകുന്നത്. ആ പേരിൽ ഓണാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ചെലവ് ചുരുക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് കടക്കണിയിൽ മുങ്ങിത്താഴുന്ന കേരളത്തെ മുടിപ്പിച്ച കോരചരിത്രമുണ്ടാക്കി നാട്ടുകാരെ കാണിക്കുവാൻ വീണ്ടും ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നത്. യാതൊരു ആവശ്യവുമില്ലാതെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പ്രതിമാസം 80 ലക്ഷത്തിലും രൂപ വാടക കൊടുക്കുന്നു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. കേരളത്തിലെ സകലമാന റോഡുകളും കുളമായി കിടക്കുന്നു. കുനിന്മേൽ കുരുപോലെ വിജയൻ കയറിയ അന്ന് മുതൽ കേരളത്തിൽ ദുരന്തങ്ങളുടെ ഘോഷയാത്രയും. ഇനി ജനങ്ങൾ പ്രതികരിക്കുക. ഹ്രസ്വചിത്രം എടുത്ത് പരസ്യം ചെയ്യുവാൻ മാത്രമുള്ള എന്തെങ്കിലും ഒരു നേട്ടം ഈ കേരളത്തിൽ അന്തംകമ്മി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ഹ്രസ്വചിത്ര പരിപാടി ഏതോ ഒരു അന്തംകമ്മിക്കുള്ള വട്ടച്ചെലവിനുള്ള പരിപാടിയല്ലേ? നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിലോ കമന്റ് ബോക്സിലോ നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. i2a ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. i2a News, an eye for truth.